പ്ലാസ്റ്റിക് ചെയർ ഇട്ടും സാധാരണ ബെഞ്ചിട്ടൊക്കെ ഞാൻ ഇരുത്തി നോക്കിയപ്പോൾ പിള്ളേർ ആ ചേർന്ന് വീണ് പോകുന്നു. ബെഞ്ചൊക്കെ ഒരേ ലെവലില്ലാത്തതുകൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് പായകളൊക്കെ മേടിച്ചു താഴേക്ക് വിരിച്ചിട്ടു. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും മാം ചെയ്തു തരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു ടേബിൾ മാമിന് ആ ഒരു ചെയറായിട്ടുള്ള അങ്ങനെ ഒരു 2-3 കിട്ടിയാലും കൂടെ ബാക്കി ഞാൻ എൻ്റെ കയ്യിലിട്ടെങ്കിൽ ഇങ്ങനെ എന്നെ കൊണ്ട് മുഴുവനായിട്ട് ചെയ്യാന്ന് വെച്ചാൽ. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ചിലർക്കൊന്നും കാണാൻ താല്പര്യം ഉണ്ടാവില്ല. കാണാൻ താല്പര്യമുള്ളവർ കാണട്ടെ, അറിയട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ എനിക്ക് കുറച്ചല്ല ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒരു വോയിസ് കാണിച്ചു തന്നില്ലേ, അത് കാണിക്കാൻ കാരണമുണ്ട്. വിമർശിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അല്ലാതെ എന്തെങ്കിലും പറയുന്ന സമയത്തുണ്ടല്ലോ, ആർക്കെങ്കിലും കിട്ടുന്ന ഒരു ഹെൽപ്പാണ് നിങ്ങൾ തടയാൻ പോകുന്നത് എന്നുള്ളത് ഓർമ്മ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കുന്നത്. നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചെറുപയറൊക്കെ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും 2-3 ചെറിയൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അതും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, മുട്ട, ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് തൈര്, ഇതൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ 3 പേരും കഴിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പോയി എന്നുള്ളത്. ആക്ച്വലി ഇത് കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇച്ചുലു ബേബിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ വെറും എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു സംഭവം കൂടെ ആഡാക്കിയതാണ്. കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആയിട്ട് പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് 2 പ്രൊജക്റ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ശനിയാഴ്ചയാണ്. ഒന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ 1 മാസം മുമ്പാണ് എന്നെ ജീന മാം കോൺടാക്ട് ചെയ്യുന്നത്. അവരുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഇരിക്കാൻ നല്ലൊരു ബെഞ്ചോ ചെയറോ ഇല്ല. ടീച്ചർക്ക് ആക്ച്വലി അറിയില്ല നമ്മൾ പോണത് അറിയും, കാരണം അവിടെ സ്കൂളിലേക്ക് നമ്മൾ കൊടുക്കല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ വെറുതെ കാണാൻ വേണ്ടി പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ജീന മാം മഞ്ജു ടീച്ചറിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ഒരുപാട് പേരോട് സഹായം ചോദിച്ചിട്ട് ഒന്നും നടന്നില്ല. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശരിക്കും കാണണം. ശരിക്കും ഭൂമിയിലെ എന്താ പറയുക, മറ്റ് അമ്മമാരാണ് ഈ ടീച്ചേഴ്സ് എന്ന് പറയില്ല. അത് ഞാൻ അവരിൽ നിന്നും ശരിക്കും കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇവർക്ക് അറിയാതെ മീൻസ് അവർക്ക് ഞാൻ പോകുന്നുണ്ടെന്ന് അറിയാം. ഞാൻ അങ്ങനെ അവരെന്നെ വിളിച്ച് സങ്കടം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് നേരിട്ട് കാണണം, എങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. തൽക്കാലം ഇപ്പോൾ ഫണ്ട് എന്തെങ്കിലും ആവോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവരയച്ച വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇവിടെ പാലക്കാട് ഭയങ്കര മഴയാണ് കേട്ടോ. എല്ലാ ഭാഗത്തും മഴയുണ്ട്. അപ്പോൾ മഴ ഈ കൂടുന്ന സമയത്ത് നമുക്ക് ഫണ്ട് വന്ന് ഒരു വീഡിയോ ഇട്ട് ഫണ്ട് വന്നതിന് ശേഷം ആ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ആ കുട്ടികൾ ഈ നിലത്ത് സിമെൻ്റ് ഇട്ട നിലയല്ലേ, നന്നായിട്ട് ഇങ്ങനെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ വരും, കുട്ടികൾക്ക് നല്ല തണുപ്പ് കയറും. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി വീഡിയോ ഇട്ടിട്ട് ഫണ്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. അതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഫണ്ട് വന്നാലും വന്നില്ലെങ്കിലും പഠിച്ചോനുണ്ട് കൂടെ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ അവർ നമുക്ക് സർപ്രൈസായിട്ട് ആ ഒരു സംഭവം കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പോവാണ്. അവിടെ കാണുന്ന ബസ് വന്നിട്ട് ടീച്ചേഴ്സ് തന്നെ വാങ്ങിച്ചതാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. കാരണം അവിടെ പഠിക്കുന്ന കുട്ടികൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന, അത്രയും താഴ്ന്ന ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മക്കളാണ്. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു ശനിയാഴ്ച സ്കൂളുണ്ടാവും, എനിക്കൊന്ന് വന്ന് കാണാനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം കൊണ്ടുവരാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഗ്യാപ്പിലുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. ടീച്ചേഴ്സൊക്കെ വന്ന് നമ്മളിതേ ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മളിങ്ങനെ അകത്തേക്ക് കയറുന്നത് തന്നെ കുട്ടികൾ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വെൽക്കം ചെയ്തത്. അപ്പോൾ ടീച്ചറല്ല ആൻറ്റി ആണെന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് അവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഭയങ്കര സ്നേഹമുള്ള മക്കൾ കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ ചില പേരൻസ് ഒന്നും അധികം ശ്രദ്ധിക്കില്ല. അതെനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കുളിക്കാതെ വരെ വരുന്ന കുട്ടികളുണ്ട്. അവരെ കുളിപ്പിക്കാനും വേണ്ടിയിട്ട് അവിടെ സോപ്പും തോർത്തും ഡ്രസ്സും പറഞ്ഞ പോലെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ടീച്ചേഴ്സ്. അവരാണ് കുളിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് വരെ പറഞ്ഞു കേട്ടോ.
അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ വരുന്നത് ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ടീച്ചർക്ക് അവരുടെ സന്തോഷം എനിക്ക് കാണാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കടം കഴിച്ച് നമ്മൾ കൊടുക്കാമെന്നല്ലാതെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുവരെയുള്ളൊരു ടൈമിംഗ് ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിലേക്ക് വാങ്ങിച്ചപ്പോൾ ബാക്കി വന്ന ചോക്ലേറ്റ്സ് ഞാൻ എൻ്റെ മക്കൾക്ക് പോലും ഒരെണ്ണം പോലും കൊടുക്കാതെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അതും അവർക്ക് കൊടുത്തു. പിന്നെ അവിടുത്തെ ബെഞ്ചൊക്കെ കണ്ട കാരണം മനസ്സിലാവും കാലിൻ്റെ ഭാഗമൊക്കെ ദ്രവിച്ചിട്ടുണ്ട്, പെട്ടെന്ന് കുട്ടികൾ വീഴും. അത് പറഞ്ഞിട്ടാണ് നമ്മളെ ടീച്ചർ കോൺടാക്ട് ചെയ്യുന്നത്. ഇതുപോലെ പായ വിരിച്ചിട്ട് ഇങ്ങനെ കുട്ടികൾ വീഴുന്ന കണ്ടപ്പോൾ ഈ ടീച്ചർ ഇതുപോലെ പായ വിരിച്ചിട്ട് ഇവരും നിലത്ത് കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്നിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നേരിട്ട് അറിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മനസ്സിലാവുന്നത്. പറയുന്നവർക്ക് എന്തും പറയാം. ഇന്നലെ എനിക്ക് എൻ്റെ ഷോർട്സിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചർ ഇതുപോലെ വിളിക്കുമെന്ന് തോന്നുന്നില്ല, സംശയമാണ് എന്ന രീതിക്ക് കേട്ടോ. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നാണോ, എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ല. ഒരിക്കലും ഞാൻ ഒരു മനുഷ്യനെയും അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ സഹായിക്കാമെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് ജോലിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളതാണ്. ഓയിൽമെൻ്റൊക്കെ തേച്ച് കൊടുത്ത് ഇതാക്കി അവൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ സാധനങ്ങൾ കൊടുക്കാം. നമുക്ക് വീട്ടിൽ നമ്മളും മനുഷ്യന്മാരല്ല. ആ മക്കളുടെ അവസ്ഥ കാണുമ്പോൾ നിങ്ങൾ സ്ക്രീനെ തുറന്നു നിങ്ങളായിട്ട് ഇങ്ങനെ മക്കളെ ചെയ്തിട്ട് ഇതാക്കിയിട്ട് കാര്യമുണ്ടോ? അവരോട് ഇങ്ങനെ കുറേ നേരം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഇക്ക വിളിച്ചു, സാധനം അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വണ്ടി ഉള്ളിലേക്ക് വരണമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു കാറ് വരാൻ പറ്റുമോ, അതായത് ഓട്ടോ ആണ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു കാറ് വരാൻ വേണ്ടിയിട്ടാണ് ഏത് വഴിക്കാണ് വരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ ഈ വഴിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അത്യാവശ്യം ബാക്കിയുള്ളവർക്ക് വണ്ടി അപ്പുറത്ത് വന്ന് നിന്നത് മനസ്സിലായി. നമ്മുടെ ജീന മാമിനെ ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടാണ്, നിങ്ങൾ സാധാരണ എങ്ങനെ ക്ലാസ് എടുക്കുക അതുപോലെ ഒന്ന് ക്ലാസ് എടുക്കും, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ടീച്ചേഴ്സിനോട് അറിഞ്ഞവരോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കണ്ണ് ഒത്തി പിടിച്ചു കേട്ടോ.
എനിക്ക് ഭയങ്കര സന്തോഷമായി ഇല്ലേ? ഏതൊക്കെ കളർ സെയർ വേണം? ആർക്കൊക്കെ ഏതൊക്കെ കളർ സെയർ വേണം? അത് കേൾവ് ഏതൊക്കെ കളറാണ് ഡിഫറെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് ചെയ്യുന്ന പോലെ കുറച്ചോ നമ്മൾ വെറുതെ ജനിച്ചു അങ്ങനെ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചതിന് ശേഷം മരിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരർത്ഥമില്ല. ഓരോ മനുഷ്യനെയും പഠിച്ചവൻ സൃഷ്ടിക്കുന്ന സമയത്ത് അവർക്ക് ഓരോരോ ബാധ്യതകൾ അല്ലെങ്കിൽ കടമകൾ ശരിക്കും അവരിൽ നിക്ഷിപ്തമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കി എപ്പോഴാണോ പ്രവർത്തിക്കുന്നത് അന്നാണ് ശരിക്കും നമ്മൾ മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായിട്ട് മാറുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലരും വിചാരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നുള്ളത്. എനിക്കിതിൽ നിന്നും കിട്ടുന്ന ആകെയുള്ള ഒരേ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷവും എനിക്ക് ഒരു എനർജി പോലെയാണ്. അത് മാത്രമേ എനിക്കിതിലൊരു ബെനിഫിറ്റ് ഉള്ളൂ. പിന്നെയെന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം. 24 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസത്തിൽ തികയില്ല. കാരണം എല്ലാവർക്കും അറിയാം എനിക്ക് 5 മക്കളാണ്, അവരുടെ കാര്യങ്ങൾ നോക്കണം. എൻ്റെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് എനിക്ക് രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ റെസിപ്പീസ് വീഡിയോ ആക്കി എഡിറ്റ് ചെയ്ത് ഇടണം, അതൊക്കെ തന്നെയാണ് എൻ്റെ ഇൻകം. പക്ഷേ അതിൽ എത്രയോ ദിവസം മുടക്കം വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഞാനെന്ന ഒരു വ്യക്തിക്ക് ഒരുപാട് പേരെ സഹായിക്കാനായിട്ട് പറ്റൂല, ഒറ്റയ്ക്ക് പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മളെക്കൊണ്ട് സാധിക്കുമെന്ന് വരാം, ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നമ്മളെക്കൊണ്ട് സാധിച്ചേക്കാമെന്ന് വരാം. ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ സ്കൂളിൽ മഞ്ജു ടീച്ചറിൻ്റെ സ്കൂളിൽ നമുക്ക് ചിലവായതെന്ന് പറയുമ്പോൾ 75,000 രൂപയാണ്. ഒന്ന് ആലോചിക്കണം, ഒരു മനുഷ്യനെ കൊണ്ട് മാത്രമായിട്ട് 75,000 രൂപ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? നമ്മുടേതായിട്ടുള്ള പേഴ്സണലായിട്ട് ഒരുപാട് ചിലവ് കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത് എൻ്റെ സ്വന്തം എൻ്റെ അധ്വാനത്തിൽ നിന്നുള്ള പൈസയിൽ നിന്ന് മാത്രമാണ്. എത്രയോ പേര് പിന്നെ ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല, നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് എത്തിക്കുന്നതുകൊണ്ട് നമ്മളെയും കൂടെ ഇൻക്ലൂഡ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ പേരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. ഒരു സ്കൂളിൽ നിന്നുള്ളത് 3, 4, 5 സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അത്രയും അർഹതപ്പെട്ട ആ കുട്ടികളിലേക്ക് അത് എത്തുമ്പോൾ എന്തിനാണ് നിങ്ങളിൽ ചിലർ വിഷമിക്കുന്നത്? നിങ്ങളെ കൊണ്ടോ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനത് തളർത്താൻ വേണ്ടി നിൽക്കണം? എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം. ഇനിയിപ്പോൾ എന്നെ ആരെങ്കിലും 4 പേര് നല്ല വാക്ക് പറഞ്ഞു എന്ന് വെച്ചാൽ അതിൽ ആർക്കും ഒരു നഷ്ടവും വരാനില്ലല്ലോ. അവർക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ ഒന്ന് അനുമോദിക്കണം എന്ന് തോന്നിയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ് വിഷമിക്കുന്നത്? അതല്ലേ എനിക്കിതിലൊരു ബെനിഫിറ്റ് ഉള്ളൂ. പിന്നെയെന്ന് പറയുമ്പോൾ ഈ സംഭവങ്ങൾ ഞാൻ വെറുതെ ഒരു ഇതായിട്ട് തുടങ്ങിയതല്ല. അത് എൻ്റെ ഉപ്പ മരണപ്പെട്ട അതിൽ നിന്നും ഇൻഫ്ലുവൻസ് ആയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ചും കൂടെ വൈഡായിട്ട് ചെയ്യുന്നത്. എൻ്റെ ഉപ്പാക്ക് അതിൻ്റെ കൂലി കിട്ടട്ടെ, അതേപോലെ ഞാനും മരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് എന്നെ ഓർക്കാൻ അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ സ്മരിക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഈ ഭൂമിയിൽ അവശേഷിക്കണ്ടേ? ഇതേപോലെയുള്ള ഈ കാര്യങ്ങൾ ഈ മക്കളെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് പഠിപ്പിക്കുമ്പോഴും അവരും ഭാവിയിലുള്ള സമൂഹത്തിന് ഇതുപോലെ ഉപകാരപ്പെടുന്ന മക്കളായിട്ട് മാറുന്നും കൂടെ പ്രതീക്ഷ എനിക്കുണ്ട്. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളോടുകൂടിയാണ് കേട്ടോ ഞാനൊരു സ്ത്രീയായിട്ട് പോലും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലർക്കുണ്ടാവും അതൊക്കെ ചെയ്യാൻ ആണുങ്ങളുണ്ട്, നീ എന്തിനാണ് ഒരു പെണ്ണായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിക്കൂടെ? ഇങ്ങനെ പല കാര്യങ്ങളും ഫേസ് ചെയ്യും, കേൾക്കേണ്ടി വരും. എല്ലാം അറിഞ്ഞിട്ടും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറച്ചൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഇനിയെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ ആലോചിക്കുക, അവരും ഒരു മനുഷ്യനാണ്, വെറും ഒരു യൂട്യൂബർ അല്ലേ, കേൾക്കേണ്ട ബാധ്യതയാണ് എന്ന് കരുതാതെ അവർക്കൊരു മനസ്സുണ്ട്, അത് വേദനിക്കും എന്നൊക്കെ ഒന്ന് കരുതണം കേട്ടോ. എന്നിട്ട് വേണം എന്തെങ്കിലും ഒരു കാരണവശാൽ എപ്പോഴെങ്കിലും എനിക്ക് എന്തിനാപ്പോൾ ആവശ്യം, എനിക്ക് എന്തിനാണ് ഇതിൻ്റെ കേട്, ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിർത്തും. കാരണം ഇതല്ല എൻ്റെ വരുമാനം. എൻ്റെ വരുമാനം എന്ന് പറയുന്നത് അൽഹംദുലില്ലാ എനിക്കിനി ഞാൻ മരിച്ചാലും എൻ്റെ മക്കളുടെ തലമുറയ്ക്ക് ഒരു കാലത്തിലും ആരുടെയും മുന്നിലും കൈനീട്ടി നിൽക്കേണ്ട ആ ഒരു അവസ്ഥ വരാതിരിക്കാനും അതിന് മാത്രം ഞാൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എത്രയോ മനുഷ്യന്മാരുടെ ദുആ എനിക്ക് ഉണ്ട്, സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ നമ്മളെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാം ഒറ്റയ്ക്ക് ആവുന്നില്ല, അതുകൊണ്ട് മാം എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമോ പറയുന്ന സമയത്ത് അത് വേറെ ആൾക്കാർ ചെയ്യട്ടെ, ഇവർ ചെയ്യട്ടെ, അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. മനസാക്ഷിയുള്ള ആരെ കൊണ്ടും പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പഠിച്ചൊന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എന്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൂടാ?
പലരും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്ന ഒരു വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമായിട്ടും നിങ്ങൾ ചെയ്തോളൂ നല്ല തന്നെ എന്നുള്ളത് ബക്കറ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് ഇവർ നോക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയുന്നില്ല കേട്ടോ. ഒരു നല്ല കാര്യം ചെയ്യാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമും ഇത്രയും ജനങ്ങളും ഉണ്ടാകുമ്പോഴും അതിന് തയ്യാറായിട്ട് നിൽക്കുന്നവരുണ്ടാകുമ്പോൾ എന്തിനാണ് മറിച്ച് വെക്കേണ്ടത്? സമൂഹത്തിൽ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണട്ടെ, അവർക്ക് ഭാവിയിൽ അവരും അതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവട്ടെ. ഈ കൈ നീട്ടി പിടിച്ചിരിക്കുന്ന ഈ കുട്ടീനെ ശ്രദ്ധിച്ചു. ആ കുട്ടി എൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അവൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവസാനം ടീച്ചേഴ്സ് ഇങ്ങനെ എന്നെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഏറ്റവും ലാസ്റ്റ് അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ട് പറയണേ എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചി എന്ന് പറഞ്ഞിട്ട്. എത്ര സന്തോഷമുള്ള കാര്യമാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ആരാ എന്താ എന്നറിയാത്ത ഒരുപാട് പേരെ പ്രാർത്ഥന കിട്ടുക, ഇഷ്ടം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം എന്തായാലും പഠിച്ചോനെ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇടുമ്പോഴേക്കും എന്താ കാര്യം ഒന്നും അറിയാതെ ഇങ്ങനെ പല രീതിയിൽ പലരും ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ഗവൺമെൻറ് ടീച്ചർ ഇങ്ങനെ കോൺടാക്ട് ചെയ്യില്ല, അങ്ങനെയാണ്, സംശയമാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിത് രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു സംഭവത്തിലൂടെ ഗവൺമെൻറ്റിൻ്റെ രജിസ്റ്റേർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിലൊന്നും ഒരിക്കലും ആർക്കും ഒരു കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് കണക്ക് ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പൊട്ടത്തിയൊന്നുമല്ല, എന്തെങ്കിലും ചെയ്തിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നിടത്ത് വെറുതെ ഓരോന്ന് കേൾക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഗലി ഒരു എന്താ പറയുക അഡ്വൈസറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതൊന്നും തന്നെ ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെയുള്ളൊരു പബ്ലിസിറ്റി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ നോർമൽ വീഡിയോസിന് കിട്ടുന്ന വ്യൂസ് പോലും ഒരു ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു വീഡിയോസിന് കിട്ടൂല. അതങ്ങനെയാണ്. കാരണം ഓരോരുത്തരെയും ഇഷ്ടപ്പെടുന്നത് ഓരോ ഇത് വെച്ചിട്ടാണ് ആൾക്കാർ. എൻ്റെ അങ്ങനത്തെ വീഡിയോസൊന്നും അങ്ങനെയുള്ളവർക്കൊന്നും ഇഷ്ടാവില്ല. അതെനിക്ക് എൻ്റെ ചാനൽ ഒരു നെഗറ്റീവ് വശമായിട്ട് ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ കിടക്കുള്ളൂ. എനിക്കതിലൊരു ബെനിഫിറ്റും ഇല്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ബെനിഫിറ്റ് കിട്ടും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചോളൂ. എനിക്കൊരു ബെനിഫിറ്റും അതിലില്ല. എൻ്റെ ചാനൽ അങ്ങനെ ഒരു വീഡിയോ കിടക്കുമ്പോൾ എനിക്ക് ബ്രാൻഡ് പ്രൊമോഷൻസ് കുറവാവുള്ളൂ, എൻ്റെ വരുമാനം കുറവാവുള്ളൂ. എന്നിട്ട് ഞാൻ റിസ്ക് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു സ്വാർത്ഥ ലാഭത്തിനും വേണ്ടിയിട്ടല്ല, ആരെങ്കിലുമൊക്കെ നമ്മളെ കാരണം ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മളവിടെ കുറച്ച് നേരം കൂടെ ഒന്ന് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഒളിമ്പിക് ഡേ ആണ്, മാം തന്നെ അതൊന്ന് ഉദ്ഘാടനം ചെയ്യണം. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് മാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്. അപ്പോൾ മാമാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യത ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ നിർത്തി. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഹേസുക്കുട്ടൻ ഓടിയിട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ പല സംഭവങ്ങളും നമുക്ക് നടക്കുന്നുണ്ട്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മറ്റുള്ളവർ നമ്മൾ എന്തെങ്കിലും സമൂഹത്തിനും വേണ്ടിയിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാനും വേണ്ടി നിൽക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ വായത്തൊന്നും പോലെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. ഇനി ഒരു കാര്യം എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് എനിക്ക് എതിരെ വരുന്ന കാര്യങ്ങൾക്ക് ഞാനൊരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ ചിലപ്പോൾ പ്രതികരിക്കും. ചില സമയത്ത് എല്ലാം നിർത്തിക്കൊണ്ടായിരിക്കാം, ചില സമയത്ത് ശക്തമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടായിരിക്കാം. ഇങ്ങനെയെന്നുള്ളതൊക്കെ പഠിച്ചവൻ്റെ കയ്യിൽ. ഇൻഷാ അല്ലാ. അപ്പോൾ അതേ അവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വണ്ണം ആന്റി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചാണ് ഇവിടെ വന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം இவங்களுக்கும் இவங்க ஃபேமிலிக்கும் இன்னும் மேல எல்லா வகையான ஆசீர்வாதங்களும் கடவுள் கொடுக்கணும் அப்படின்னு சொல்லிட்டு நீங்க என்ன பண்ணணும்? ப்ரேயர் பண்ணணும். ஏன்னா இது முன்னேறினால இன்னும் வழியா இன்னும் நிறைய பேர் வந்து பயனடைவாங்க இல்லையா? இவங்க நல்லா இருந்தாலும் இன்னும் நிறைய பேருக்கு ஹெல்ப் பண்ணணும். எங்கள் அன்பில் வானக பிதாவே, இந்த நாளுக்காக நாங்கள் நன்றி செலுத்துகிறோம். பண்ணுவதற்காக நீர் எங்களோடு இவர்களை அனுப்பியதற்காக நன்றி செய்த இந்த உதவிக்காக நாங்கள் உங்களுக்கு நன்றி செலுத்துகிறோம். சிலு அவர்களையும் அவர்களது குடும்பத்தாரையும் உமது பாதத்திலே அர்ப்பணிக்கின்றோம். அவரையும் അങ്ങനെ നമ്മൾ അവിടുന്ന് ഒളിമ്പിക്കിൻ്റെ പതാകയും കൂടെ കത്തിച്ചു. പിന്നെ അവിടുന്ന് ചെറുതായിട്ട് കുട്ടികൾക്ക് ചെറിയൊരു ഉപദേശം കൂടെ കൊടുത്തു കേട്ടോ. നമ്മൾ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ലോക അവസാനം വരെയും നമുക്ക് പുണ്യം കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് അത്. കാരണം അവർ ആ ഒരു പഠിച്ച് ഇപ്പം ഇത് കണ്ട മിക്ക കുട്ടികൾക്കും ഭാവിയിൽ തോന്നിയിട്ടുണ്ടാകും ഇതുപോലെ എനിക്കും എന്തെങ്കിലും ഒരു ദിവസം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, സന്തോഷിപ്പിക്കണം എന്നുള്ളതിൽ. അതിലെത്ര കുട്ടികൾ ഭാവിയിൽ അത് ചെയ്യും. അതേപോലെ അവർ പഠിക്കുന്ന ആ ഒരു ഉപകരണങ്ങൾ അവർ എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം നമുക്ക് കൂലി കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ തേടിക്കൊണ്ടെത്തിച്ച്
ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന മിക്ക ആൾക്കാരും നോക്കിക്കഴിഞ്ഞാൽ ഒരു വഴിയും ഇല്ലാത്ത ബുദ്ധിമുട്ടുന്ന ആൾക്കാരെയാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒന്നോ സ്ത്രീകൾ അല്ലെങ്കിൽ വയസ്സായവർ, കുട്ടികൾ, ഇവർക്കൊന്നും എവിടെയും പോയിട്ട് ഒരു വേറെ വഴി ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആരെയും പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല. അവർ ആരുടെ മുന്നിലും കൈ നീട്ടി ഇനിയൊരു പ്രാവശ്യം കൂടെ നിൽക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെ ഒരു വലിയൊരു എന്തെങ്കിലും ഒരു വരുമാന മാർഗമാക്കി കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ട്രസ്റ്റ് മുഖാന്തരം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരിക്കൽ പൈസ കൊടുത്തിട്ട് വീണ്ടും അവർ ആരെങ്കിലും മുന്നിൽ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വരരുത് എന്ന് വിചാരിച്ചിട്ട് ഓരോന്നും കോർഡിനേറ്റ് ചെയ്ത് അവർക്കുള്ള കഴിവുകൾ എന്താണോ അത് കണ്ടെത്തി അതിനുള്ള ഐറ്റംസ് നമ്മൾ അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് ഇനി നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്ത് സ്വന്തമായിട്ട് അന്തസ്സോടെ അധ്വാനിച്ച് ജീവിക്കുന്ന ലെവലിലേക്ക് എത്തണം എന്നുള്ള മോട്ടിവേഷനും കൊടുത്തുകൊണ്ടാണ് ഓരോ എന്നിലേക്ക് വരുന്ന സഹായവും ചോദിച്ച് എന്നിലേക്ക് വരുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പേഴ്സണലായിട്ട് ഒരു ലാഭവും എനിക്കിതിലില്ല. ആകെ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ പ്രാർത്ഥനയാണ് കേട്ടോ. അന്നത്തെ ദിവസം നമുക്ക് 2 പ്രൊജക്റ്റാണ് ഉണ്ടായിരുന്നത്, ഇതും പിന്നെ തൃശ്ശൂരിൽ വേറൊരു സംഭവം. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാൻ. കാരണം രാത്രി ആകുമ്പോഴേക്കും തിരിച്ചും കൂടെ എത്തണ്ടേ. മക്കളെയൊക്കെ വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നതും. അപ്പോൾ അപ്പോഴേക്കും ഇവർ പഫ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ, ഞങ്ങൾക്ക് അത്രയും സന്തോഷമുള്ളൊരു ദിവസമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നാണ്. അതിന് ശേഷം വീട്ടിലേക്ക് വന്ന് വേഗം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തൃശ്ശൂരിലേക്ക് പുറപ്പെടാണ്. സമയം 3:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം പോകാൻ. അതിൻ്റെ ആയിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ട്, പെട്ടെന്ന് തിരിച്ച് വരണമല്ലോ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ചുറ്റുകുട്ടീനെയൊക്കെ ഇവിടെ ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. പാവം കരയുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചെന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തൊരു ജീവിതത്തിൽ മറ്റുള്ളവർക്കും വേണ്ടി ചെയ്തു കൊടുത്താലല്ലേ നമുക്കൊരു ആശ്വാസം കിട്ടുള്ളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. വളരെയധികം നന്ദി എൻ്റെ മെസ്സേജിന് എൻ്റെ റിപ്ലൈ അയച്ചതിനും അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചതിനൊക്കെ. സ്ഥലമുണ്ട് അവിടെ, ഗവൺമെൻറ് എയ്ഡഡ് ആണ്, പൂർണ്ണമായിട്ടും ഗവൺമെൻറ് അല്ല, എയ്ഡഡ് ആണ്, സിസ്റ്റേഴ്സിൻ്റെയാണ്. ബിൽഡിങ്ങുകളും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നല്ല സൗകര്യം തന്നെയാണ് കുട്ടികൾക്ക്. അതിനൊന്നും ഒരു കുഴപ്പവും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ സ്കൂളിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡെസ്കും ബെഞ്ചും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു സ്പോൺസറിങ്ങിലൂടെ കുറച്ച് കിട്ടിയിരുന്നു. പക്ഷെ 1ാം ക്ലാസ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ചെയർ അല്ലാതെ ഒന്നും ഇരിക്കാനില്ല. അപ്പോൾ ഈ എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ ആ സ്കൂളിന് വേണ്ടി പൂർണ്ണമായും ചെയ്യാറുണ്ട്. അതുപോലെ ഈ വർഷം ഒരുപാട് സാധനങ്ങൾ കുട്ടികൾക്ക് വാങ്ങിയിട്ടൊക്കെ ചെയ്തു. പക്ഷെ എല്ലാവരും അതുപോലെ സഹകരിക്കില്ല. അപ്പോൾ 1ാം ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 10-16 പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് പ്ലാസ്റ്റിക് ചെയർ ഇട്ടും സാധാരണ ബെഞ്ചിട്ടൊക്കെ എന്നെ ഇരുത്തി നോക്കിയപ്പോൾ പിള്ളേർ ആ ചെയർന്ന് വീണ് പോകുന്നു. ബെഞ്ചൊക്കെ ഒരേ ലെവലില്ലാത്തതുകൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് പായ്കളൊക്കെ മേടിച്ചു, താഴേക്ക് വിരിച്ചിട്ടു. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും മാം ചെയ്തു തരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു ടേബിള് മാമിന് ആ ഒരു ചെയറായിട്ടുള്ള അങ്ങനെ ഒരു 2-3 എണ്ണം കിട്ടിയാലും കൂടെ ബാക്കി ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടെങ്കിലും ഞാൻ എന്നെ കൊണ്ട് മുഴുവനായിട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ കുറേ പേരുടെ വാദത്തിൽ മുട്ടി കുറേ പേരൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞതല്ലാതെ എനിക്കതിൽ നിന്നൊന്നും തിരിച്ചൊന്നും വേറൊന്നും അവർ ചെയ്തു തന്നില്ല. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ സിറ്റുവേഷൻ ആദ്യം പറയാം. അത് വന്നിട്ട് ഒരു STയിൽ മേലുള്ള പിള്ളേരും പൂർണ്ണമായും വീടുകളിലൊന്നും ശരിക്കും നല്ല ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. പിന്നെ അവരെനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നെ കൊണ്ട് പറ്റുമ്പോൾ ഞാൻ ഡ്രസ്സുകളായിട്ടും സാധനങ്ങളായിട്ടും വീടുകളിൽ എത്തിച്ചു കൊടുക്കാറുണ്ട് ഓരോരുത്തർക്കും. എന്നെ കൊണ്ട് പറ്റും പോലെയാണ് കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡ് പക്ഷെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ഇതാണ്, ഇരിക്കാൻ നല്ലൊരു നല്ല ക്ലാസ് റൂമും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് ഇരിക്കാൻ വരുന്നത്. ഞാൻ 2-3 പേരടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാമിനെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ 1-2 ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, അത്രയും പറ്റില്ല, ഒരു 2 സെറ്റായിട്ടാണ് പറ്റുമെങ്കിൽ ചെയ്തു തരിക ഞങ്ങൾക്ക്. ഞാൻ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് വേണം ഇട്ട് തരാം. കുട്ടികൾ ഇരിക്കുന്നതിൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോസൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ തരാം മാമിന്. ടീച്ചേഴ്സ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ബാധ്യതയാണ് സ്കൂൾ ബസ്. ഞങ്ങളുടെ എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് മാനേജ്മെന്റ് ഞാൻ വോയിസ് ഒക്കെ കേട്ട് വരിക കണ്ടു. ഞാൻ ഫണ്ട് കാര്യങ്ങളൊക്കെ നോക്കട്ടെ, എല്ലാം സെറ്റാവോ നടക്കുമോ എന്നുള്ളത് എന്നിട്ട് പറയാം. പിന്നെ സപ്പോസ് അങ്ങനെ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ, കാരണം മാം ഇതിന് മുൻപ് ഒരു സ്കൂളിൽ കൊടുത്തില്ല. ആ സ്കൂളിൽ ഒരു മഞ്ജു പറഞ്ഞ ടീച്ചർ സംസാരിച്ചുകൊണ്ട് കൂടെ മെല്ലിട്ട് ആ ടീച്ചറെ പേഴ്സണലി എനിക്ക് അറിയാം, ഞങ്ങൾ നല്ല ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ഉടനെ മഞ്ജു ടീച്ചർ സംസാരിച്ചപ്പോൾ വേറൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നതും വീഡിയോസൊക്കെ കാണുന്നതൊക്കെ.
ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ളത്. കാരണം ഞാൻ ഈ വർഷം പിള്ളേർക്കൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് പോകുന്നു പറഞ്ഞിട്ട് തമിഴിലെയും മലയാളത്തിലെയും കൊച്ചുങ്ങൾ ഒരുമിച്ച് എടുക്കുന്നത്. ഞാൻ തന്നെ എല്ലാ വിഷയം എടുക്കും. തമിഴ് മാത്രം അവർ സെപ്പറേറ്റ്. ഞാൻ 5-6 പിള്ളേരോട് അവർ 2-3 പിള്ളേർ ലീവ് ഉണ്ട്. ബാക്കി എല്ലാവരും ഉണ്ട്. എൻ്റെ ക്ലാസ്സിലെ പിള്ളേരാണ്. എടാ പിന്നെ ആ ക്ലാസ് മൊത്തത്തിലൊന്ന് ചെറിയൊരു ക്ലിപ്പ് വീഡിയോ എടുത്തിട്ടൊന്ന് അയക്കോ. അതായത് ഇപ്പോൾ ഫോൺ പിടിച്ചിരിക്കുന്നത് ലാൻഡ്സ്കേപ്പിലല്ലേ, പോർട്രേറ്റിൽ വീഡിയോ എടുത്തിട്ടൊന്ന് അയക്കോ. പിള്ളേരെ മാത്രമായിട്ടല്ല, മൊത്തത്തിൽ ക്ലാസ് പിള്ളേർ കാണുന്ന പോലെ ക്ലാസ് ഒന്ന് ഡോറിൻ്റെ അടുപ്പിൽ നിന്നിട്ട് മൊത്തത്തിലൊന്ന് വീഡിയോ എടുക്കോ. ഇപ്പം അയച്ചുവിടാവേ. ആ ബോർഡൊക്കെ എൻ്റെ ഞാൻ വാങ്ങിച്ചിട്ട് ഇതാക്കിയിട്ട് കൊണ്ടുവന്ന് തന്നെയാണ്. ആ കാണുന്ന ചെയർ വന്നിട്ട് കുട്ടികൾ ഒരുപാട് പഴക്കമുള്ളതാണ്. അപ്പം ഇരുന്നിട്ട് അവർ ബാലൻസ് കിട്ടുന്നില്ല. അപ്പം അതിലാണ് PKG കുട്ടികളൊക്കെ. അപ്പോൾ ഇവർ കുറച്ച് വെയിറ്റ് ഒക്കെ കൂടില്ല. അപ്പോൾ ഇവർ ഇരുന്ന് പുറകോട്ട് വീഴുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിച്ചിട്ടാണ് ഞാനത് സൈഡിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇവർക്ക് പായിനാവും വാങ്ങിച്ചിട്ട് ഇട്ടിരിക്കുന്നത് താഴെ. മറ്റുള്ള ക്ലാസ്സിനകത്തൊക്കെ ഒരു ഡെസ്ക് ബെഞ്ച് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ട് എൻ്റെ ഇവിടെ തന്നെ ക്ലാസ് റൂമിൽ സൈഡിലേക്കാണ്. അതുപോലെ ഉണ്ട്. പിന്നെ ഒരെണ്ണം ഞാൻ അവിടെ വെച്ചത് ചില കുട്ടികൾക്ക് ഇങ്ങനെ താഴെ വരുമ്പോൾ ബുദ്ധിമുട്ടാവണ്ടെന്ന് എടുത്ത് അവിടെ വെച്ചതാണ്. ഒരെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു. അവർ അത്യാവശ്യം അതിലൊക്കെ മാറി മാറി ഇരുന്ന് എഴുതും. പിന്നെ ഞാനും ചെയറിലൊന്നും ഇരിക്കില്ല. പിള്ളേർ താഴെ വരുമ്പോൾ നമുക്ക് സങ്കടം. അതുകൊണ്ട് ഞാൻ പരമാവധി പിന്നെ ആ താഴെ ഇരുന്ന് പറഞ്ഞ ടീച്ചർ വന്നിട്ട് നമ്മുടെ സ്കൂളിൽ ഇവരൊക്കെ തമിഴ് എടുക്കുന്ന ടീച്ചറാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടാകുമ്പോൾ ഇതാക്കുമ്പോഴൊക്കെ ഞാൻ ടീച്ചറിനെ അത് എൻ്റെ മോളും ഈ സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. ഞാൻ സ്കൂളിൽ ഇപ്പം വീട്ടിൽ നിന്ന് ഇട്ടിരിക്കുന്ന ലൊക്കേഷൻ്റെ ഇത് സ്കൂളിലുള്ള ദിവസം ഞങ്ങൾ